+1 ഇംപ്രൂവ്മെൻറ്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ ലിമിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനും അതിൽ വരുന്ന ഫോർമുലാസുകളും അതിനുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിമിറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ തരുമ്പോൾ അത് പെട്ടെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ഫോർമുലാസുകൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടി വരും. ആ ഫോർമുലാസുകളാണ് നമ്മൾ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലാദ്യം പറയുന്ന കാര്യം ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ് ആൻഡ് റാഷണൽ ഫങ്ഷൻസ്. പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും റാഷണൽ ഫംഗ്ഷൻ്റെയും ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം നോക്കാനുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതായത് ഏത് പോളിനോമിയലിൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് എവിടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ നേരിട്ടിട്ട് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായി? റാഷണൽ ഫംഗ്ഷനായി. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ജി ഓഫ് എ ബൈ എച്ച് ഓഫ് എ ചെയ്താൽ മതി. അതായത് ന്യൂമറേറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് എവിടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമ്മൾ എക്സ് എവിടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയാണെങ്കിൽ, ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറഞ്ഞാൽ 0/0 ഫോം വരിക, ഡിനോമിനേറ്ററിൽ 0 വരിക, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കാര്യം വരിക. അത്തരം മോഡൽസുകളൊക്കെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുക. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നതെങ്കിൽ രണ്ട് ടേമിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി വരുന്ന കാര്യം എടുത്ത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എക്സ് എവിടേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ അപ്ലൈ ചെയ്യുക. ഈ ഒരു കാര്യം കൂടി ആ സെക്ഷനുമായി അറ്റാച്ച് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഈ ഒരു രൂപത്തിലാണ് ലിമിറ്റ് കിടക്കുന്നതെങ്കിൽ എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിന് ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ആ ഫോം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സിന്റെ പവർ എന്താണോ വരുന്നത് അതേ പവർ തന്നെയാണ് എക്കും വരുന്നത്. അതിന്റെ പവർ ഇല്ലാത്ത ടൈമാണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. ഈ രൂപത്തിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുകളുടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഇതിന്റെ ആംഗിൾ പൊസിഷനിലാണ് എക്സ് നിൽക്കുന്നത്. അതേ എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ആ എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ റിസൾട്ട് പ്രകാരം എത്രയെന്ന് പറയാം? 1 ആണെന്ന് പറയാം. അതുപോലെയുള്ള ജനറൽ റിസൾട്ടാണ് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റെ എക്സ്പോണന്റ് ആയിട്ട് നിൽക്കുന്നത് എക്സ് ആണ്. ആ എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അതിന്റെ ലിമിറ്റ് വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ജനറൽ റിസൾട്ട് എന്താണ്? 1 ആണ് ആൻസർ കിട്ടുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇ ആണ്. 1 + x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആണ് വരുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടതും എക്സ് തന്നെ ആയിരിക്കണം. ഇവിടെ 2x ആണെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടത് 2x തന്നെ ആയിരിക്കണം. ആ 2x 0യിലേക്ക് ടെൻഡ് ചെയ്യുക കൂടി വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വാല്യൂ 1 ആണെന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും ഫോർമുലാസുകളാണ് ലിമിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങളെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൽ എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം തന്നിരിക്കുന്നത് മോഡുലസ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഈ പറയുന്നതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഡെഫിനിഷനെ നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാം. മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ കാര്യം നമ്മൾ തൊട്ട് മുകളിലുള്ള കേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യത്തിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 0-നേക്കാൾ താഴെയാണ് വരുന്നതെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -x by x if
എക്സ് ലെസ് ദാൻ 0, എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ 0നേക്കാൾ മുകളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ് ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നതിന് ഇവിടെ എന്തെടുക്കാം? നമുക്ക് എക്സ് എടുക്കാം. അപ്പോൾ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് മാറും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. പിന്നെ 0 ഇഫ് എക്സ് ഈക്വൽ ടു 0 ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതുക മാത്രമാണ് ചെയ്തത്. ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം എന്തായിട്ട് മാറി? -1 ഇഫ് എക്സ് ലെസ് ദാൻ 0, 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ പുതിയ ഒരു രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞ ആശയം ഒന്ന് കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എക്സിൻ്റെ വാല്യൂ 0ൻ്റെ മുകളിലാണെങ്കിൽ കിട്ടുന്നത് 1 ആണ്, ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ -1 ആണ്. നമ്മൾ 0ൻ്റെ അടിസ്ഥാനത്തിൽ ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യാനുണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യാനുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ലെഫ്റ്റും റൈറ്റും ലിമിറ്റുകൾ കോയിൻസൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആശയം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എക്സ്പ്ലനേഷൻ പറയുന്ന കാര്യം ഇത്രയാണ് വരുന്നുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ന്റെ ലെഫ്റ്റ് സൈഡ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്താൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇവിടെ രണ്ടും വ്യത്യസ്ത ആൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് x-3/x² മൈനസ് x മൈനസ് 6. കണ്ടെത്താനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? x-3/x² മൈനസ് x മൈനസ് 6. ഇത് ഡിവിഷൻ ഉള്ള രൂപത്തിലാണ് കിടക്കുന്നത്. ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ഡിനോമിനേറ്ററിലാണ് ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമായി. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് 3 എന്ന് പറഞ്ഞ കാര്യം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 3² മൈനസ് 3 മൈനസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 9 മൈനസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് കോമൺ ആയി വരുന്ന എലമെന്റിനെ എടുത്ത് കട്ട് ചെയ്യണം. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് മൈനസ് 3/x² മൈനസ് x മൈനസ് 6 എന്ന് പറയുന്നതിനെ ഫാക്ടറൈസ് ചെയ്യാം. x-3 ഇൻറ്റു x മൈനസ് 2. x ഇൻറ്റു x² ഓക്കെ ആണ്. -3 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ +6 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? -6 ആണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ സിമ്പിൾ മാറ്റണം. x എന്ന് പറയുന്നതിന്റെ കോഎഫിഷ്യന്റ് ഏത് സിമ്പിളാണോ നിലനിൽക്കുന്നത് നമ്മൾ എടുത്ത നമ്പറിൽ വലുതിന് അതേ സിമ്പിൾ നിലനിർത്തുക, മറ്റേതിന്റെ സിമ്പിൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ 3 എന്ന് പറയുന്നതിന്റെ സിമ്പിൾ -2 എന്ന് പറയുന്നതിന്റെ സിമ്പിൾ പ്ലസ് ആക്കി മാറ്റുക. ഇപ്പൊ അത് ഈക്വലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ x-3 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണാം. രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി നിൽക്കുന്നത് എന്താ? 1/x+2 ആണ് ബാക്കിയുള്ളത്. നേരിട്ടിട്ട് നിങ്ങൾ x എന്ന് പറയുന്നതിന് 3 അപ്ലൈ ചെയ്യുക. അപ്പോൾ 1/3+2 is equal to 1/5. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. ഇത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോർമുലാസുമായി ഇതിന് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റേജ് 3 മാർക്കാണ് വെയിറ്റേജ് വരിക. മുൻപ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ 2 മാർക്കാണ് വെയിറ്റേജ് വരുന്നുള്ളൂ.
അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എക്സിന് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. പിന്നെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ലിമിറ്റുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോർമുല സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് വർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഫോർമുലയ്ക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അത് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ആ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഫോർമുലാസുകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ന്യൂമറേറ്റർ നിലനിൽക്കുന്നത്. കോസ് എക്സ് മൈനസ് കോസ് വൈ ഇസ് ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഡിനോമിനേറ്റർ നിൽക്കുന്നത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ വിച്ച് ഇസ് ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഫോർമുലാസുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ ഫോർമുല നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ഇവിടെ 9x ആണ്, വൈ എന്ന് പറയുന്ന പൊസിഷനിൽ 5x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9x പ്ലസ് 5x എത്ര വരും? 14x. 14xന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 7x. സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 സൈൻ 9x മൈനസ് 5x. 9x മൈനസ് 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x. 4x ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2x ഡിവൈഡഡ് ബൈ താഴത്തെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് 17x പ്ലസ് 3x 20x വരും. 20x ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 10x. സൈൻ 17xൽ നിന്ന് 3x മൈനസ് ചെയ്യുന്ന സമയത്ത് 14x വരും. 14xന്റെ പകുതി എന്ന് പറയുന്നത് 7x. ഇതിലെ 2ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സൈൻ 7x എന്ന് പറയുന്ന കാര്യവും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x ബൈ കോസ് 10x. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിന് 0 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കിട്ടുക? മൈനസ് സൈൻ 0 ബൈ കോസ് 0. കോസ് 0ന്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. സൈൻ 0ന്റെ വാല്യൂ 0 ആണെന്നും അറിയാം. അതായത് -0 ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. അടുത്തൊരു 1 വേർഡ് ക്വസ്റ്റൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു n മൈനസ് 2 റേസ് ടു n ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു n മൈനസ് 2 റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു n ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1. ഏതാ ഫോർമുല? ലിമിറ്റ് എക്സ് ടെൻസ് ടു a എക്സ് റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് a n ഇൻറ്റു a റേസ് ടു n മൈനസ് 1. അതേ ഫോർമുലയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 80 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. 2 എന്ന് പറയുന്നതിൻ്റെ പവറുകൾ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യം 80 എന്ന് പറഞ്ഞ ആശയം കിട്ടണമെന്നുണ്ടെങ്കിൽ 2 റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു യൂണിറ്റ് പ്ലേസിൽ എന്തേ വരുള്ളൂ? 2ഓ 4ഓ 6ഓ 8ഓ വരികയുള്ളൂ. ഇവിടെ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 0 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണ് 0 ആണ് കിട്ടേണ്ടതെങ്കിൽ എന്നിന് 5ഓ അല്ലെങ്കിൽ 10ഓ വാല്യൂ വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ അതിലെ ആദ്യത്തെ 5 എന്ന് പറയുന്ന കാര്യം ഒന്ന് കണക്ട് ചെയ്യാണ്. 5 ഇൻറ്റു 2 റേസ് ടു 5 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 റേസ് ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 16 വിച്ച് ഇസ് ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 എന്ന് പറയുന്ന ആശയമായിരിക്കും. അടുത്ത ചോദ്യത്തിൽ ഒരു ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 3x minus 1 divided by x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 3x minus 1 divided by നമ്മൾക്കറിയാവുന്ന ഒരു ജനറൽ റിസൾട്ട് ഉണ്ട്. ജനറൽ റിസൾട്ട് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x ആണ് വരുന്നതെങ്കിൽ ആൻസർ എത്രയാണ്? 1 ആണ് വരുന്നത്. അതായത് ഈയുടെ എക്സ്പോണന്റ് എന്താണോ വരുന്നത് അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അത് 0ലേക്ക് ടെൻഡ് ചെയ്യുകയും വേണം.
ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ത് വേണം? 3x എന്ന് പറഞ്ഞ ആശയം വേണം. ശരിക്കും എക്സ് മാത്രമേ ഉള്ളൂ. അത് എക്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനോട് കൂടി ഞാനൊരു 3 എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 3 എന്ന് പറയുന്നത് ഞാനായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 3x minus 1 by 3x into ലിമിറ്റ് x ടെൻസ് ടു 0 3. ജനറൽ റിസൾട്ട് പ്രകാരം ഇത് 1 ആണ്. ജനറൽ റിസൾട്ട് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? എക്സ് 0ലേക്കാണെങ്കിൽ 3x എവിടേക്കാണ് പോവുക? 0ലേക്കാണ് പോവുക. അപ്പോൾ ഇത് ജനറൽ റിസൾട്ട് ആണ്. ആൻസർ 1 ആണ് വരിക. 3 എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എക്സിന്റെ വില 0ലേക്ക് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തെന്നെ കിട്ടുക? 3 തന്നെയാണ് കിട്ടുക. അല്ലെങ്കിൽ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക, കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ലിമിറ്റ് x ടെൻസ് ടു π/2 f of x മൈനസ് f of π/2 ഡിവൈഡഡ് ബൈ x മൈനസ് π/2 എന്ന് പറയുന്ന ലിമിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. f of x എന്ന് പറയുന്നത് എന്താണ്? sin x ആണ്. ലിമിറ്റ് x ടെൻസ് ടു π/2 f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? sin x മൈനസ് f of π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin π/2 ഡിവൈഡഡ് ബൈ x മൈനസ് π/2. ലിമിറ്റ് x ടെൻസ് ടു π/2 sin x മൈനസ് sin π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 ആണ് വരുന്നത് ഡിവൈഡഡ് ബൈ x മൈനസ് π/2. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് sin π/2 മൈനസ് 1 sin π/2 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0 വരും. എക്സിന് π/2 ഡിനോമിനേറ്ററിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π/2 മൈനസ് π/2 0 എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നു. അതായത് ഇൻഡിറ്റർമിനന്റ് ഫോമിലാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ കടക്കുമ്പോൾ ഈ പറയുന്നതിന് കൃത്യമായൊരു സൊല്യൂഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് ഇതിനെ മറ്റൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ പറയുന്ന ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് x minus π/2 equal to y when x tends to π/2 then y tends to 0. x π/2നോട് അടുക്കുമ്പോൾ y എന്ന് പറയുന്നത് എന്തായിരിക്കും? x മൈനസ് π/2 എന്ന് പറഞ്ഞാൽ π/2 മൈനസ് π/2 അതായത് 0 ആയിട്ട് മാറും. അപ്പോൾ x π/2നോട് അടുക്കുമ്പോൾ y എന്ന് പറയുന്നത് എന്തിനോട് അടുക്കും? 0നോട് അടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താവും? ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ x എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് x എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? π/2 പ്ലസ് y. അപ്പോൾ എക്സിന് പകരം ഞാനിവിടെ π/2 പ്ലസ് y എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാണ്. മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സിന് പകരം π/2 പ്ലസ് y മൈനസ് π/2 പ്ലസ് π/2 മൈനസ് π/2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 0 cos y മൈനസ് 1 ഡിവൈഡഡ് ബൈ y വിച്ച് ഈസ് ഈക്വൽ ടു 0. എങ്ങനെയാണ് പെട്ടെന്ന് ഞാനത് 0 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്തിയത്? നമ്മൾക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് വരികയാണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ഒരു മൈനസ് ഔട്ട് സൈഡ് നിർത്തിയാൽ ഇത് 1 മൈനസ് കോസ് വൈ ആവും. y എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ ജനറൽ റിസൾട്ടുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൻ്റെ വാല്യൂ എന്ത് പറയാം? 0 ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 3 സബ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലിമിറ്റ് x ടെൻസ് ടു 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് x ടെൻസ് ടു 2 x² മൈനസ് 2 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണ്? കൂടാതെ മറ്റൊരു ലിമിറ്റ് കൂടി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ലിമിറ്റ് x ടെൻസ് ടു 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ x എന്ന് പറയുന്ന കാര്യം. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂസുകൾ കിട്ടുന്നത് മാത്രം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ 2 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് വരിക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ് വരിക? 2 ആണ് വരിക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1.5 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ 1 ആണ്. ഞാനിവിടെ 2 കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2വിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നാണ് മീനിങ്. 2വിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് വരാം? 1.9 ആവാം, 1.5 ആവാം, അല്ലെങ്കിൽ താഴേക്കുള്ള വാല്യൂസുകൾ നമുക്ക് ഏത് ടെൻഡിങ് കേസിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും വാല്യൂ എന്താണ്? 1 ആണ് ആൻസർ കിട്ടുക.
എന്നാൽ മുകളിലേക്കുള്ള കാര്യങ്ങളാണോ എടുക്കുന്നതെങ്കിലോ നമുക്ക് 2 ആണ് ആൻസർ കിട്ടുക. അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ആണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം എക്സിസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നോട്ട് ഡിഫൈൻഡ്. ബി പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യുവാനുള്ളത് ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2. നേരിട്ടിട്ട് എക്സിന് 2 അപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ക്വയർ മൈനസ് 2 വരുന്നു, അതായത് 4 മൈനസ് 2 വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2. സി പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലിമിറ്റാണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡിനോമിനേറ്ററിലേക്ക് 2 അപ്ലൈ ചെയ്യാം. 2 സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതെന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമൺ ഫാക്ടർ എടുത്ത് ക്യാൻസൽ ചെയ്യണം. ന്യൂമറേറ്ററിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈമിലും എക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എക്സ് എന്ന് പറയുന്ന കാര്യം കോമൺ എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4ന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് പറഞ്ഞ ആശയമാവാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിനെ നമുക്ക് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അതുപോലെ തന്നെ മുകളിൽ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കാണുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടെ എക്സ് മൈനസ് 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിന് 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ 0 എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 3 സബ് ക്വസ്റ്റൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 റേസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റിനും ഒരു ലിമിറ്റിന്റെ ഇവാലുവേഷൻ ആണ്, പക്ഷെ അത് 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റിനും ലിമിറ്റിന്റെ ഇവാലുവേഷൻ ആണ്, അതും 1 വേർഡ് ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോഴും നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഡിസ്കസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പോൾ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇവിടെയാണെങ്കിൽ കോമൺ ഫാക്ടർ എടുത്ത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ആശയമൊന്നും അവിടെ ഒറ്റ നോട്ടത്തിൽ നിലനിൽക്കുന്നില്ല. അപ്പം നമ്മൾക്ക് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇതിനെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരു വേരിയബിളിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാണ്. അതിനുവേണ്ടി പുട്ട് എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ വെൻ എക്സ് ടെൻസ് ടു 0 ദെൻ വൈ ടെൻസ് ടു 1. അങ്ങനെയാണ് ഞാൻ വൈ 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയേ. എക്സിന് 0 ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ എക്സ് 0നോട് എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1നോട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായി? ലിമിറ്റ് y ടെൻസ് ടു 1 y റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് x എന്ന് പറഞ്ഞ ആശയം നമ്മൾ കണ്ടെത്തിയാൽ കിട്ടുന്നത് y മൈനസ് 1. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആവണമെങ്കിൽ ചെറിയൊരു കാര്യം കൂടി നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാനുണ്ട്. ലിമിറ്റ് y ടെൻസ് ടു 1 y റൈസ് ടു 5 മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 റൈസ് ടു 5 എന്ന് പറഞ്ഞ് എഴുതാം ഡിവൈഡഡ് ബൈ y മൈനസ് 1. അപ്പോൾ ഏത് ഫോമിലായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ രൂപത്തിലായി. അപ്പം നമ്മുടെ ഫോർമുല എന്താണ്? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1, അതായത് 5 ഇൻറ്റു 1 റേസ് ടു 5 മൈനസ് 1 ഇറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 റേസ് ടു 4 ഇറ്റ് ഇസ് ഈക്വൽ ടു 5. രണ്ടാമത്തെ പാർട്ടിൽ ചെയ്യാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്പോണന്റ് എന്താണോ അത് തന്നെ വരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതാണ്. ഇത് നമ്മളായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇനി എന്ത് എഴുതാനുണ്ട്? ഡിവൈഡഡ് ബൈ എക്സ് എഴുതാനുണ്ട്. ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഈ ടേമിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യത്തിനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഫോർമുലയ്ക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്? സൈൻ എക്സ് എന്ന് പറയുന്നതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുക മാത്രമല്ല ലിമിറ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഓൾജിബ്ര ഓഫ് ലിമിറ്റ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
ഫസ്റ്റ് പറയുന്നത് ജനറൽ റിസൾട്ട് ആണ്, അതുപോലെ സെക്കൻഡ് കേസും എന്ത് തന്നെയാണ്, ജനറൽ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താ, 1 × 1 which is equal to 1. മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 0 sin 4x by sin 2x which is equal to ലിമിറ്റ് x ടെൻസ് ടു 0 sin 4x. ഇതിന് താഴെ അപ്പം നിർബന്ധമായും 4x എന്ന് പറഞ്ഞ ആശയം വരണം. അത് നമ്മൾ കൊണ്ടുവന്നതാണ്. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ 4x മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ താഴെ sin 2x ഡിവൈഡഡ് ബൈ 2x നമ്മൾ കൊണ്ടുവരണം. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2x എന്ന് പറഞ്ഞ കാര്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൽ എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. 2 4ൽ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 2 ടൈംസ് വരുന്നു. ഇവിടെ ഇതിലേക്ക് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ഇതിലേക്ക് മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. കോൺസ്റ്റന്റിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അത് തന്നെയാണ് കിട്ടുക എന്ന് നമ്മൾ തൊട്ട് മുന്നേ പ്രതിപാദിച്ചിരുന്നു. രണ്ട് ലിമിറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാനാണ് 2 സബ് ക്വസ്റ്റ്യൻസുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 √1 + x - 1 ഡിവൈഡഡ് ബൈ എക്സ്. ഡയറക്റ്റ് ആയിട്ട് 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരിക. ഇത് പെട്ടെന്ന് നമുക്ക് കോമൺ ഫാക്ടർ എടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, അത് പെട്ടെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു വേരിയബിളിലേക്ക് ഇതിനെ ചിന്തിക്കണം. put y equal to 1 + x. When x tends to 0, then y tends to 1. x ന് 0 ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ y എങ്ങടാ ടെൻഡ് ചെയ്യുക, 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. ലിമിറ്റ് y tends to 1 √1 + x എന്ന് പറയുന്നത് ശരിക്കും എന്തായി മാറി, √y എന്ന് പറഞ്ഞ കാര്യമായി മാറി. √y പകരം നമുക്ക് എന്ത് എഴുതാം, y⁻²1/2 -1 ഡിവൈഡഡ് ബൈ, തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടുന്നു, y-1 കിട്ടുന്നു, ഡിവൈഡഡ് ബൈ y-1 which is equal to. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇത് ആവണം എന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന കാര്യത്തിന് പകരം എന്ത് വന്നാൽ മതി, 1⁻² എന്ന് പറഞ്ഞ കാര്യം വന്നാൽ മതി. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുക ചെയ്ത് 1 എന്ന് പറയുന്നതിന്റെ പവർ എത്ര ഉയർത്തിയാലും എത്ര താഴ്ത്തിയാലും ഒക്കെ എന്താണ്, 1 തന്നെയാണ് വരിക. അപ്പോൾ ഏത് പവർ വേണമെങ്കിലും 1ന്റെ മുകളിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി, സ്റ്റാൻഡേർഡ് ഫോമിലായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്, n × a⁻n-1. ഇത് 1ന്റെ പവർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 1 തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ വരെ എന്താ, 1/2 × 1 which is equal to 1/2. രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുമ്പോൾ ഇതേ മോഡൽ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു പോയത്. ലിമിറ്റ് x ടെൻസ് ടു 0 sin ax. അപ്പോൾ താഴെ ax വരണം, നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി x മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ sin bx by bx into bx. എക്സും എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ a/b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം ഓരോ ടേമിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് x ടെൻസ് ടു 0 sin ax by x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക, ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു 0 a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a തന്നെയാണ് വരിക, ഡിവൈഡഡ് ബൈ ലിമിറ്റ് x ടെൻസ് ടു 0 sin bx by b എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക, ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു 0 b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ആണ് വരിക, a/b. ഇതിപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് 2 മാർക്കിന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ 1 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ആംഗിൾ പൊസിഷനിൽ നിൽക്കുന്ന എന്താണോ അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ കിട്ടുക, ax/bx. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, a/b എന്ന് പറഞ്ഞ കാര്യം കിട്ടും. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. a/b എന്ന് പറയുന്ന ആൻസർ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. f(x) എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. f(x) എന്ന് പറയുന്നതിൽ എക്സിന്റെ വില 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ 1ലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 0 എന്ന് പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ 0 എന്ന് പറയുന്നതിൽ ഗ്രേറ്റർ ദാൻ കേസ് വരുമ്പോൾ 3 × x + 1 ആണ് f(x) ആയിട്ട് എടുക്കുക. ലെസ് ദാൻ 0 വരുമ്പോൾ 2x + 3 ആണ് എടുക്കുക. ഇത് രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഏത് കാണുമ്പോൾ ചെയ്യേണ്ടി വരും, ലിമിറ്റ് x ടെൻസ് ടു 0 f(x) ചെയ്യുമ്പോൾ കാണേണ്ടി വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് ആദ്യം കണ്ടുപിടിക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് 0 താഴെയാണെങ്കിൽ f(x) എപ്പോഴും എന്താണ് വരിക, 2x + 3 which is equal to 2 × 0
പ്ലസ് 3. നേരിട്ടിട്ട് നമ്മൾ എക്സിന് 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? 3 ആണ്. ഇനി റൈറ്റ് ലിമിറ്റിലേക്ക് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരിക? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 0 പ്ലസ് 1. അപ്പോഴും ആൻസർ എന്ത് തന്നെയാണ് കിട്ടുന്നത്? 3 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 3 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവുക. നമുക്കിവിടെ ചെയ്യാനുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ എക്സ് ടെൻസ് ടു 1 കേസുകൾ ശരിക്കും ഏത് ഫംഗ്ഷനിലാണ് കിടക്കുന്നുണ്ടാവുക? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമാണ് കിടക്കുന്നുണ്ടായിരിക്കുക. ഒരിക്കലും ഏത് കണക്ഷൻ വരില്ല, 2x പ്ലസ് 3 എന്ന് പറഞ്ഞ ആശയം വരില്ല. അപ്പം നമ്മളവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒന്നും കാണേണ്ട ആവശ്യമില്ല. നേരിട്ടിട്ട് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് പകരം 3 ഇൻറ്റു എക്സ് പ്ലസ് 1. എക്സിന് നേരിട്ട് 1 അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറഞ്ഞ ആശയം വരുന്നു. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 6. അടുത്ത ചോദ്യത്തിൽ നമുക്ക് 2 ലിമിറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ ലിമിറ്റിൻ്റെ ഇവാലുവേഷനിലേക്ക് ഒന്ന് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എ എക്സ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ കൊണ്ടുവരണം. ഇൻറ്റു എ എക്സ് ഡിവൈഡഡ് ബൈ, ഇനി എന്ത് എഴുതാനുള്ളത്? ബി എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതാനുള്ളത്. ഈ എക്സും തൊട്ട് മുകളിലുള്ള എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എ ബൈ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സൈൻ എക്സ് ബൈ എ എക്സ് എന്ന് പറയുന്നത് മറ്റൊരു ടേമാണ്. രണ്ടിലേക്കും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യത്തത് എന്താ വരുന്നത്? ജനറൽ റിസൾട്ട് ആണ്. എക്സ് 0യിലേക്കാണെങ്കിൽ എ എക്സും 0യിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ ജനറൽ റിസൾട്ട് വരും 1 ഇൻറ്റു എ ബൈ ബി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ ബൈ ബി എന്ന് പറഞ്ഞ കാര്യം തന്നെ കിട്ടുന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും? എ ബൈ ബി ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 എന്ന് പറയുന്നതിനെ നമുക്ക് 1 റേസ് ടു 15 എന്ന് പറഞ്ഞ് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1നെ 1 റേസ് ടു 10 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എഴുതാം. ജനറൽ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1. ജനറൽ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എക്സ് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യാണ്. അതേപോലെ ഡിനോമിനേറ്ററിലും ചെയ്യുക. എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. രണ്ട് എക്സ് മൈനസ് 1കളും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ന്യൂമറേറ്ററിലേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ജനറൽ റിസൾട്ടായി മാറി. ഇവിടെ എന്നിൻ്റെ പൊസിഷൻ നിൽക്കുന്നത് 15 ആണ്, എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ, താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ എന്താണ് വരുന്നത്? ജനറൽ റിസൾട്ട് ആണ്. എന്നിൻ്റെ പ്ലേസിൽ അവിടെ 10 ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1ൻ്റെ പവർ എത്രയായാലും 1 തന്നെ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പറയണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? 15/10 വരും. അതായത് 3/2 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 3 സബ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 കാര്യങ്ങളും ലിമിറ്റുകളുടെ ഇവാലുവേഷനാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റേസ് ടു 5 +1 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് -1 എന്ന് പറഞ്ഞ ആശയമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റേസ് ടു 5 മൈനസ് -1 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? -1 റേസ് ടു 5 എന്ന് പറഞ്ഞ് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് -1. ഇങ്ങനെ എഴുതിയാൽ ഇത് എന്തായി? ജനറൽ റിസൾട്ടായി. എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n. എ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ എന്തായി? എ റേസ് ടു n എന്ന് പറഞ്ഞ ഫോമിലായി. ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ രൂപത്തിലായി. ഇവിടെ എന്നിൻ്റെ പൊസിഷൻ നിൽക്കുന്നത് 5 ആണ് വരുന്നത്. എ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു -1 റേസ് ടു 4. ഇത് പോസിറ്റീവ് ആൻസർ ആണ് കിട്ടുക. അതായത് 1 ആണ് വരിക. 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ അപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനും ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ജനറൽ ഫോമിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 27 എന്ന് പറയുന്നതിനെ നമുക്ക് 3³ എന്ന് പറഞ്ഞ് എഴുതാം.
എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് പറയുന്നതിനെ 3 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ജനറൽ റിസൾട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മൾ എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എക്സ് മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്തു. ഇതേപോലെ എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ഈ എക്സ് മൈനസ് 3കൾ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ജനറൽ റിസൾട്ട് ആണ്. എൻ്റെ സ്ഥാനത്ത് 3 ആണ്, എ എന്ന് പറയുന്നതും 3 ആണ്. എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ n 2 ആണ്, എ എന്ന് പറയുന്നത് 3 ആണ്. 2 ഇൻറ്റു 3 റേസ് ടു 2 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 റേസ് ടു 1. 3 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 3 എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. 3കൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. വിച്ച് ഇസ് ഈക്വൽ ടു 9/2. സി പാർട്ടിൽ നമുക്ക് ഈ ഒരു ലിമിറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് എന്ന് പറയുന്നതിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. ആ സൈൻ എക്സ് എന്ന് പറയുന്നത് താഴത്തെ സൈൻ ക്യൂബ് എക്സുമായി ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ സൈൻ സ്ക്വയർ എക്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് ഒരു ടേം എന്താവും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇവിടെയൊക്കെ നമ്മൾ നേരിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് മുൻപിലേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ വരുന്ന ഒരു ഫോർമുലയാണ് അത്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുണ്ട്, അത് അതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കണക്ട് ചെയ്യണം. സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ അതിനെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ആക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 1 ബൈ സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. അതായത് സൈൻ എക്സ് എന്ന് പറയുന്നതിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്യാം. അതും ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പറയുന്ന ഫോർമുലയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു ഇവിടുത്തെ സ്ക്വയറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെ 2ഉം അതുപോലെ തന്നെ 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഡിനോമിനേറ്ററിൽ വരും. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മുകളിൽ പ്രത്യേകിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യാനില്ല, ഉണ്ടെങ്കിൽ തന്നെ അവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. ഇപ്പോൾ 1ന്റെ ലിമിറ്റ് 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ കോസ് എക്സിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 0 വരും, കോസ് 0ന്റെ വാല്യൂ 1 ആണ്. 2ന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 വരും, ഇൻറ്റു ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കോസ് 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വീണ്ടും 1 തന്നെ വരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലിമിറ്റിന്റെ ഇവാലുവേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് മോഡൽ ഒരു ചോദ്യം നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്താണ്. ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കുമ്പോൾ ഇത് എന്താണ്? ഇൻഡിറ്റർമിനറ്റ് ഫോം ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം കോമൺ ഫാക്ടർ കട്ട് ചെയ്യാനും പെട്ടെന്ന് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? ഇതിനെ മറ്റൊരു വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി x plus 5 equal to y. When x tends to 0, then y tends to 5. Therefore, limit y tends to 5
വൈ സ്ക്വയർ മൈനസ് 25 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? 5 സ്ക്വയർ. ഇവിടെ നിന്നും നമ്മൾ എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുമ്പോൾ y മൈനസ് 5. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം എന്ത് എഴുതാം? y മൈനസ് 5. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്, അല്ലെങ്കിൽ ജനറൽ ആശയത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞ പൊസിഷനിൽ 2 ആണ്, a എന്ന് പറയുന്നത് 5 ആണ്. 2 into 5 raised to 2 minus 1 which is equal to 2 into 5 which is equal to 10. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലിമിറ്റിൻ്റെ ഇവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സിന് -1 എന്ന് പറഞ്ഞ കാര്യം ഡിനോമിനേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ -1 -2 ആണ് കിട്ടുന്നത്. അതായത് ഡിനോമിനേറ്റർ 0 അല്ല. 0 ആണെങ്കിലാണ് നമ്മൾ കോമൺ ഫാക്ടർ എടുത്തിട്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ആശയമൊക്കെ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എക്സ് കാണുന്നതിനെല്ലാം എന്ത് കൊടുക്കുക? -1 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. Therefore, limit x tends to -1. x square minus 5x plus 6 divided by x minus 1 is equal to -1 square minus 5 into -1 plus 6 divided by -1 minus 1. അതായത് 1 plus 5 plus 6 divided by -2. 12 by -2 which is equal to -6. അടുത്ത ചോദ്യം ഒരു ഇവാലുവേഷൻ ആണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റ് പൈ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ 0 എന്ന് പറഞ്ഞ കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു. കോമൺ ഫാക്ടർ എടുത്ത് കട്ടിയിലൊന്നും ഇവിടെ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ മറ്റൊരു വേരിയബിളിലേക്ക് തന്നെ ചിന്തിക്കുകയാണ്. പുട്ട് y equal to pi minus x. When x tends to pi, then y tends to 0. Therefore, limit y tends to 0. Sin pi minus x ന് പകരം എന്ത് എഴുതാം? sin y divided by pi into pi minus x ന് പകരം എന്ത് എഴുതാം? y എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇതിലെ 1/pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 1/pi എന്ന് പറയുന്നതിന്റെ ലിമിറ്റ് വാല്യൂ എന്ത് തന്നെ വരിക? 1/pi തന്നെയാണ് വരിക. ഇൻറ്റു ലിമിറ്റ് y ടെൻസ് ടു 0 sin y ബൈ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ റിസൾട്ട് ആണ്. ജനറൽ റിസൾട്ട് പ്രകാരം 1 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1/pi. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലിമിറ്റിന്റെ ഇവാലുവേഷൻ ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0. cos 2x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആശയപ്രകാരം ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് 1 - cos 2x എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ നിന്നൊരു മൈനസ് എടുക്കുക, ഇവിടെ നിന്നൊരു മൈനസ് എടുക്കുക. അപ്പോൾ രണ്ട് മൈനസുകളും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ചിന്തിക്കാം? 1 - cos 2x. 1 - cos 2x എന്ന് പറയുന്നതിൻ്റെ ഫോർമുല 2 sin square x ഡിവൈഡഡ് ബൈ 1 - cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താണ്? 2 sin square x by 2. 2 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ലിമിറ്റ് x ടെൻസ് ടു 0. ഇനി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ആംഗിൾ x ആണ്, ഇവിടുത്തെ ആംഗിൾ x/2 ആണ്. അങ്ങനെ വ്യത്യസ്തമായ ആംഗിൾസുകൾ നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിനെ സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് ചിന്തിക്കും. സൈൻ എക്സ് എന്ന് പറയുന്നതിനെ x/2 ആംഗിളിലേക്ക് കണക്ട് ചെയ്യുന്ന ഫോർമുലയിലേക്ക് നമ്മളതിനെ കൊണ്ടുവരും. ഇതിങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സിന് നേരിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം അഥവാ 0 എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് തന്നെയാണ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഈ ടേം ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ മുകളിൽ നമ്മൾ എന്താക്കിയേ പറ്റൂ? x/2 എന്ന് പറഞ്ഞ ഫോമിലേക്ക് അതിനെ മാറ്റിയേ പറ്റൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ 2 sin x/2 cos x/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ x/2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. ലിമിറ്റ് x ടെൻസ് ടു 0 4 ഇൻറ്റു സൈൻ സ്ക്വയർ x/2 ഇൻറ്റു കോസ് സ്ക്വയർ x/2 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ x/2. ഇതിലെ സൈൻ സ്ക്വയർ x/2 എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. നേരിട്ടിട്ട് എക്സിന് 0 അപ്ലൈ ചെയ്യാം. നേരിട്ട് എക്സിന് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 4ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇവിടെ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് ഇത് കോസ് 0 ആയിട്ട് മാറും. കോസ് 0ന്റെ വാല്യൂ 1 ആണ്. പിന്നെ ഇതിനെ സ്ക്വയർ ചെയ്താലും എന്ത് തന്നെ കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ലിമിറ്റുകളുടെ ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു a.
റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. നേരിട്ട് നമ്മൾ എക്സിന് എ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? റൂട്ട് എ പ്ലസ് റൂട്ട് എ ഡിവൈഡഡ് ബൈ എ പ്ലസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 2 റൂട്ട് എ ഡിവൈഡഡ് ബൈ 2a. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. റൂട്ട് എ ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈ റൂട്ട് എ. അതിന് കാരണം എന്താണ്? എ എന്ന് പറയുന്നത് റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ആണ്. അപ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ആണെങ്കിൽ ഓരോ റൂട്ട് എ ക്യാൻസൽ ചെയ്യും, ബാക്കി റൂട്ട് എ ഡിനോമിനേറ്ററിൽ വരും. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തിന് 1 ബൈ റൂട്ട് എ എന്ന് പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊസീക് എക്സ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ എക്സ് മൈനസ് കോട്ട് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. കാരണം എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനുള്ളത് നേരിട്ടിട്ട് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് divided by x into x all divided by sin x by x into x. രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1 മൈനസ് കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡിനോമിനേറ്ററിൽ എക്സ് ഞാൻ കൊണ്ടുവന്നു, ജനറൽ റിസൾട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മളവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ സൈൻ എക്സിൻ്റെ കാര്യത്തിലും ചെയ്തു. ഈ മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് എക്സുകളും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. മുകളിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0 ആണ്, താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് ശരിക്ക് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് അഥവാ ലിമിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അത്തരം ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് വൺ വേർഡ് രീതിയിൽ ചോദിക്കാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചോദിക്കാം. പക്ഷെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും വരുന്ന മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഭാഗമാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഭാഗവും അതിൻ്റെ ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.